Hello dear students. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4ൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ, ടു ദ ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് ദ ഫയൽസ്. ഫ്രം തേർഡ് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം 3, 4, 5 and 6. സോ അതിൽ ഞാൻ ഓൾറെഡി 3ഉം 4ഉം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തിയറി ആയിട്ടേ ചോദിക്കത്തുള്ളൂ. സോ നമുക്ക് ഈ 8 ഫീച്ചേഴ്സ് പഠിച്ച് വെക്കുക. ജസ്റ്റ് നമുക്കറിയാം, ആ ഓരോ വേർഡ് മീനിങ് തന്നെ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് explain function overloading in C++ with suitable examples. Function overloading നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ features of object oriented program. How many features are there? Yes, there are 8 features. That is class. Main features are class and objects. Class, objects, encapsulation, abstraction, polymorphism, inheritance, dynamic binding and message passing. Okay, അപ്പം അതിൽ പോളിമോർഫിസം എന്നൊരു ഫീച്ചർ, what is the peculiarity of this feature? Polymorphism. What is polymorphism? Polymorphism means poly means many, morph means forms, many forms. That means one person act differently at different situation. അല്ലേ, ഒരാൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസിൽ ഡിഫറെൻറ്റ് ബിഹേവിയർ പെർഫോം ചെയ്യുന്നു അല്ലേ. സോ അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഒന്ന് പറഞ്ഞു. മീ ആസ് എ ടീച്ചർ ഇൻ എ കോളേജ് ആൻഡ് ആസ് എ മദർ ഇൻ ഹൗസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിമോർഫിസം ഈ ഒരു റിയൽ ടൈം എൻറ്റിറ്റിയാണ് അല്ലേ. ഇത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും? മെയിൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എയിം തന്നെ എന്തിനാണ്? ടു ഇംപ്ലിമെൻറ്റ് ദിസ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഇൻ പ്രോഗ്രാമിംഗ്. അത് എങ്ങനെ, ഹൗ നമുക്ക് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോളിമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഫങ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ ഓവർലോഡിങ് എന്താണ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ? ഓവർലോഡ് അപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് വർക്ക് ഓവർലോഡാണ്. മീൻസ് വാട്ട്? ഒരാളെ കൊണ്ട് തന്നെ ജോബ് വീണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫങ്ഷന് തന്നെ പല ജോലികളുണ്ട്. സപ്പോസ് ഈ സം എന്ന് പറഞ്ഞൊരു ഫങ്ഷനാണേ, സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്. രണ്ടും സെയിം ഫങ്ഷൻ നെയിം അല്ലേ, സെയിം ഫങ്ഷൻ നെയിമാണ്. ഈ സെയിം ഫങ്ഷന് 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ ജോലി കൊടുത്തു. അതുകൂടാതെ 3 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ജോലിയും കൊടുത്തു. സോ ദ സെയിം ഫങ്ഷൻ നെയിം ഹാവിങ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ 2 ജോലി കൊടുത്തിട്ടുണ്ട്. സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനും സം ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനും. ദിസ് ഇസ് നോൺ ആസ് ഫങ്ഷൻ ഓവർലോഡിങ്. സോ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളോടെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. Okay, so function overloading means what? It is defined as a process of having 2 or more functions with the same name. അതാണ്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം, സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ, അതിന് സെയിം നെയിം അല്ലേ, ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അതിനാണ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. That is, it is redefined by using either different types of arguments or a different number of arguments. നമുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ സമ്മിൻ്റെ അകത്ത് ഇതിൻ്റെ അർത്ഥം എന്താണ്? സം ഓഫ് 2 നമ്പേഴ്സ് അല്ലേ. നമ്മൾ സം ഫങ്ഷൻ ഓഫ് 2, 3, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദ സെയിം ഫങ്ഷൻ ഇസ് യൂസ്ഡ് ടു, സം ഫങ്ഷൻ ഇസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ആസ് വെൽ ആസ് ദ സം ഓഫ് 3 നമ്പേഴ്സ്. ഇനി അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഒരു ഫങ്ഷൻ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വെച്ച് നോക്കും. ഇനി അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ സം ഓഫ് 2, 3.5, അടുത്ത് ഞാൻ കൊടുത്തു സം ഓഫ് 3, 4.
അപ്പോൾ ഇത് രണ്ടും ഇത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. കാരണം ഫസ്റ്റ് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു ഫൈൻഡ് ദ സം ഓഫ് വൺ ഇൻറ്റിജർ നമ്പർ ആൻഡ് വൺ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഈ സം എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു ഫൈൻഡ് ദ സം ഓഫ് 2 ഇൻറ്റിജർ നമ്പേഴ്സ്. സോ രണ്ട് സമ്മിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സെയിം നെയിമാണ്. പക്ഷെ എങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ബൈ ഐഡൻറ്റിഫൈയിങ് ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഓർ ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. പ്രോഗ്രാം ഓഫ് ഫംഗ്ഷൻ ഓവർലോഡിങ് വെൻ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വേരി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് പോളിമോർഫിസം. ഒരു പോളിമോർഫിസം നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. സം ഓഫ് ഇൻറ്റ് മീൻസ് സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇത് കണ്ടോ, സം ഓഫ് 3 നമ്പേഴ്സ്. അപ്പം ഞാൻ സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? റിട്ടേൺ A+B. ഓക്കെ, ഇനി സം ഓഫ് 3 നമ്പേഴ്സ് കൊടുത്തു. അപ്പം ഞാൻ എന്താ കൊടുത്തത്? റിട്ടേൺ X+Y+Z. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? കമ്പൈലറിന് മനസ്സിലാകണമല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് 6 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സം ഇതിലോട്ട് പോകണോ? അതായത് ഫസ്റ്റ് ഇതിലോട്ട് പോകണോ അല്ല ഇതിലോട്ട് പോകണോ? കൺഫ്യൂഷൻ ആവും അല്ലേ? കമ്പൈലറിനൊരു കൺഫ്യൂഷൻ ആവും, ആദ്യത്തെ സമ്മിലോട്ട് പോകണോ? ഓക്കെ, അപ്പോൾ കമ്പൈലറിനൊരു കൺഫ്യൂഷൻ വരും, ഈ സമ്മിലോട്ട് പോകണോ അതാ ഈ സമ്മിലോട്ട് പോകണോ? എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? മനസ്സിലായോ? ഈ സമ്മിലോട്ട് പോകണോ അല്ല ഈ സമ്മിലോട്ട് പോകണോ? വെച്ചാൽ ഫസ്റ്റ് സമ്മിലോട്ട് പോകണോ ഈ ഒരു സമ്മിലോട്ട് പോകണോ? അതെങ്ങനെ കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യും? യെസ്, ബൈ നോട്ടിങ് ദ നമ്പർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 6,7 ആ ആർഗ്യുമെൻ്റ് എത്ര? 2 ഉള്ളൂ. അപ്പോൾ നേരെ എവിടെ പോവും? 2 ഉള്ള ഈ ഫംഗ്ഷൻ്റെ അകത്ത് പോവും. എന്നിട്ട് എയുടെ സ്ഥാനത്ത് അവിടെ 6 ആവും, ബീൻ്റെ സ്ഥാനത്ത് എന്താവും? 7 ആവും. അപ്പോൾ എന്തായിട്ട് റിട്ടേൺ ചെയ്യും? 6 + 7 13. അപ്പോൾ അതാണ് റിസൾട്ട്. കണ്ടോ? അതേപോലെ ഇനി ഈ ഒരു സമ്മിനെ വിളിക്കുമ്പോൾ നേരെ എവിടെ പോകുന്നു? നോക്കിക്കുക, അവിടെ ആർഗ്യുമെൻറ്റ്സ് എത്ര? 1 2 3 ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇയാൾ നേരെ എവിടെ പോകും? യെസ്, ഈ ഒരു സമ്മിലോട്ട് പോകും. എന്നിട്ട് X will be substituted by 2, Y will be substituted by 3 and Z will be substituted by 5. അപ്പോൾ ഈ 3 സം കാണും. 2 + 3 5, 5 + 5 10. So that will be the result. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സെയിം ഫംഗ്ഷൻ നെയിം ഹാവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. സം എന്ന് പറഞ്ഞാൽ ഒറ്റ ഫംഗ്ഷൻ നെയിമല്ലേ ഉള്ളൂ, പക്ഷേ that function is performing different operations. First operation is finding the sum of 2 numbers. Second operation is finding sum of 3 numbers. അപ്പോൾ ഇതിനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, that is an example of polymorphism, which is a feature of object-oriented programming. Okay. The next question is, what does inheritance? Explain the different types of inheritance in C++. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, this is another feature of OOPS, right? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൻ്റെ വേറൊരു ഫീച്ചറാണ്, ഒരു കൺസെപ്റ്റ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് ഏത്? ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഇൻഹെറിറ്റൻസ്? യെസ്, ദ പ്രോസസ് ഓഫ് ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം അനദർ ക്ലാസ്. അതായത് ഒരു പാരൻറ്റ് ക്ലാസ്സിൽ നിന്നും ഇതൊരു പാരൻറ്റ് ക്ലാസ്, ഒരു പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഫീച്ചേഴ്സ് ഏത് ക്ലാസ് ആക്സസ് ചെയ്യുന്നു? യെസ്, ചൈൽഡ് ക്ലാസ് ആക്സസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എത്ര ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്? നമ്മൾ ഇങ്ങനെ ഒരു ഫീച്ചർ മാത്രമല്ല, വെച്ചാൽ വൺ ചൈൽഡ് ക്ലാസ് ആക്സസിങ് ദ പ്രോപ്പർട്ടീസ് ഫ്രം അനദർ ക്ലാസ് കോൾഡ് പാരൻറ്റ് ക്ലാസ്. ഇവിടെ ഇപ്പോൾ 2 ക്ലാസിൻ്റെ കേസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം അങ്ങനെ എത്ര ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് C++ അവൈലബിൾ ആണെന്നുള്ളത് നോക്കാം. Okay, actually there are 5 types of inheritance available in C++. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് you need to write the definition of inheritance. Then you can also say what is subclass and what is superclass and all. ഈ പാരൻറ്റ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയും. ചൈൽഡ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും.
കാരണം ബേസ് ക്ലാസ്സിൽ നിന്നാണ് അയാൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ദ ചൈൽഡ് ക്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് ഡിറൈവ്ഡ് ക്ലാസ്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ C++. Actually, there are 5 types of inheritance in C++. First one is single inheritance, hierarchical inheritance, multi-level inheritance, multiple inheritance, and hybrid inheritance. So, നിങ്ങൾ ആദ്യം ഇത്രയും ടൈപ്പ് ഉണ്ടെന്നുള്ള സ്പെസിഫൈ ചെയ്യുക. ദെൻ യു നീഡ് ടു ഡ്രോ ദിസ് ഫിഗർ. ഓക്കെ, അപ്പം സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താണ് നമ്മുടെ മനസ്സിൽ ഫിഗർ വരണം. അപ്പം അതിൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് മീൻസ് ദർ ഇസ് ഓൺലി വൺ ചൈൽഡ് ക്ലാസ് ആൻഡ് വൺ പാരൻറ്റ് ക്ലാസ്. സോ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഒരു ചൈൽഡ് ക്ലാസ്സും ഒരു പാരൻറ്റ് ക്ലാസ്, അല്ലെങ്കിൽ ഒരു സബ് ക്ലാസ്സും ഒരു സൂപ്പർ ക്ലാസ്സും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഈ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സിംഗിൾ ഇൻഹെറിറ്റൻസ് എ ക്ലാസ് ഇസ് അലൗഡ് ടു ഇൻഹെറിറ്റ് ഓൺലി ഫ്രം വൺ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് വൺ സബ് ക്ലാസ് ഇസ് ഇൻഹെറിറ്റഡ് ബൈ വൺ ബേസ് ക്ലാസ് ഉള്ളി. ഒരു എക്സാമ്പിൾ ഇതാണ്. ഒരു പാരൻറ്റ് ക്ലാസ് വെഹിക്കിളിൻ്റെ ഫീച്ചേഴ്സ് ഒരു കാർ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലേ? ദാറ്റ് ഈസ് എ റിയൽ ടൈം എക്സാമ്പിൾ. ഓക്കെ, റിയൽ ടൈം എക്സാമ്പിൾ. നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാംസ് ആയിട്ടൊന്നും നോക്കണ്ട. ഇപ്പം നമുക്ക് നോർമലി ഇതിൻ്റെ എന്താണ് ഇൻഹെറിറ്റൻസും ആ ഒരു ഫിഗറും പഠിക്കുക, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡെഫിനേഷനും എഴുതി വെക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ഇസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഞാൻ സെക്കൻഡ് ഏത് ഓർഡറിലും വേണ്ടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് മീൻസ് വൺ ചൈൽഡ് ക്ലാസ്. ഓക്കെ, ഒരു ചൈൽഡ് ക്ലാസ്സേ ഉള്ളൂ, രണ്ട് പാരൻറ്റ് ക്ലാസ് ഉണ്ട്. ഒരു ചൈൽഡ് ക്ലാസ്സും രണ്ട് പാരൻറ്റ് ക്ലാസ്, അതിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഫിഗർ നല്ല പോലെ ഓർത്ത് വയ്ക്കുക. ഈ ഫിഗറിൽ നമുക്ക് ഇത് എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. ഈ ഫിഗറും ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, so multiple inheritance means one child class and two parent class. So multiple inheritance is a feature C++ where a class can inherit from more than one classes. ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിൽ നിന്നും ഇയാൾക്ക് ഒരു ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ദാറ്റ് ഈസ് വൺ സബ് ക്ലാസ് ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ്സസ്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഈ ഫിഗർ നമുക്ക് ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഓൺ സെൻറ്റൻസിൽ ഡെഫിനേഷൻ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഈസിയാണിത്. Here the number of base classes will be separated by comma and access mode for every base class must be specified. അപ്പോൾ ആക്സസ് മോഡൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കുറേ ആക്സസ് മോഡ്സ് ഉണ്ട്, പ്രൈവറ്റ് പബ്ലിക്കും. നമുക്ക് അതിലോട്ട് ഡീപ്പായിട്ട് പോകണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനേഷനും പഠിക്കുക, ആ നേരത്തെ മെയിനായിട്ട് ഈ ഫിഗറും വരയ്ക്കുക, ദെൻ ഒരു എക്സാമ്പിളും എഴുതുക. ഇവിടെ നോക്കിക്കുക, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ കാർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ചൈൽഡ് ക്ലാസ് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 4 വീലറിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ദാറ്റ്സ് എ റിയൽ ടൈം എക്സാമ്പിൾ. ദെൻ തേർഡ് വൺ ഇസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് മീൻസ് അത് ഓർത്ത് വയ്ക്കുക, ഇത് തമ്മിൽ തിരിഞ്ഞു പോവില്ല. മൾട്ടി ലെവലും മൾട്ടിപ്പിൾ മീൻസ് ഒരു ചൈൽഡ് ക്ലാസ്സും രണ്ട് പാരൻറ്റ് ക്ലാസ്സും. മൾട്ടി ലെവൽ മീൻസ് ഓരോ ലെവലായിട്ട് ഇങ്ങനെ നോക്കുക. ചൈൽഡ്, പാരൻറ്റ്, ഗ്രാൻഡ് പാരൻറ്റ്, ആ റിലേഷൻഷിപ്പ്. ചൈൽഡ്, പാരൻറ്റ്, ദെൻ ഗ്രാൻഡ് പാരൻറ്റ്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് മീൻസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഇസ് ക്രിയേറ്റഡ് ഫ്രം അനദർ ഡിറൈവ്ഡ് ക്ലാസ്. ഇതൊരു ഡിറൈവ്ഡ് ക്ലാസ് അല്ലേ, which is created from this derived class. അതാണ് എൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, ഇപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ വിച്ച് ഡിറൈവ്സ് എ പ്രോപ്പർട്ടീസ് ഫ്രം വെഹിക്കിൾ വിച്ച് ഇൻ ടേൺ ഡിറൈവ്സ് എ പ്രോപ്പർട്ടീസ് ഫ്രം 4 വീലർ. ഓക്കെ, ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആക്ച്വലി കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾ ഇതാണ്. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും ഓക്കെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസുമാണ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് മീൻസ് ഒരു പാരൻറ്റും ഒന്നിൽ കൂടുതൽ ചൈൽഡ് ക്ലാസ്സും. എന്നാൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിലാണെങ്കിൽ ഒരു ചൈൽഡ് ക്ലാസ്സും ഒന്നിൽ കൂടുതൽ പാരൻറ്റും. സോ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവില്ല, മൾട്ടിപ്പിളും ഹൈറാർക്കിക്കലും. ഓക്കെ, സോ ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ
child class and there is only one base class. So that is hierarchical. In this type of inheritance, more than one subclasses is inherited from a single base class. That is, more than one derived class is created from a single base class. Okay. That is, car, bus is inheriting properties from the class vehicle, right? So that's a real-time example. ഓക്കെ, അപ്പം ജസ്റ്റ് ആ ഒരു മെയിൻ ഒരു ഫിഗറും വരയ്ക്കുക, പ്ലസ് ഇങ്ങനത്തെ റിയൽ ടൈം എക്സാമ്പിളും കൂടി എഴുതി വയ്ക്കുക. ദ ലാസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ വെർച്വൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ആ ഒരു പേരും തന്നെ അറിയാം, ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇൻഹെറിറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ, ഈ ഒരു ഇൻഹെറിറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻഹെറിറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബേസ് ക്ലാസ്സും ഒന്നീ കൂടുതൽ ചൈൽഡ് ക്ലാസ് ആണെങ്കിൽ ഇതല്ലേ, ദാറ്റ് ഈസ് ഹൈറാർക്കിക്കൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതാ നോക്കിക്കേ, ഒരു ചൈൽഡ് ക്ലാസ്സും രണ്ട് ബേസ് ക്ലാസ്സും വരുന്ന എന്താണ്? യെസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു ഇൻഹെറിറ്റൻസ്, റൈറ്റ്? കോമ്പിനേഷൻ ഓഫ് ടു ഇൻഹെറിറ്റൻസ്. കാരണം ഈ ഇത്രയും സെഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈറാർക്കിക്കലാണ്, ഇത്രയും സെഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിളാണ്. സോ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ കമ്പൈനിങ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദാറ്റ് ഈസ് എ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ദാറ്റ് ഈസ് കമ്പൈനിങ് ഹൈറാർക്കിക്കൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഇത്രയാണ് വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് യു ക്യാൻ ഓൾസോ റൈറ്റ് വാട്ട് ഈസ് സബ് ക്ലാസ് ആൻഡ് സൂപ്പർ ക്ലാസ്. Okay, then you can write the different types of inheritance as single inheritance, hierarchical inheritance, multiple inheritance, multi-level inheritance, and hybrid inheritance. Then you need to draw this figure. ഈ ഫിഗേഴ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഒരു റിയൽ ടൈം എക്സാമ്പിളും കൂടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ മെയിനായിട്ട് ഇത്രയും 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിനിമം പഠിച്ച് വെച്ചേക്കണം. കാരണം ഈ 4 ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ 4 ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കണം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് ചോദിക്കുന്നത്, അതായത് 4th മോഡ്യൂള് 3rd സെക്ഷനും ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പ് ആൻഡ് ഊപ്പ്. ദെൻ ദ 4th ക്വസ്റ്റ്യൻ ഈസ് features of oops. Then next question is function overloading. Features of OOP is very important. The next is function overloading. The next question is inheritance. Okay, thank you.